ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിശ്വാസംസകൾ. അപ്പോൾ ഒരു അടിപൊളി ഓഫർ തുടങ്ങുക ചട്ടിപ്പറമ്പ് ലിയാഗാർഡൻ കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ വലിയ റംബുട്ടാൻ 500 ഹോം ഗ്രൗണ്ടാണ്, ഹോം ഗ്രൗണ്ട് കമ്പനി. ഇത് 500 വിൽക്കുന്നുണ്ട്. നമുക്ക് സ്പെഷ്യൽ ഓഫർ 350. ഇനി ഇതിൽ തന്നെ കറുപ്പ് നമ്മൾ ഹോം ഗ്രൗണ്ട് അല്ലാത്ത ഇതേ വലുപ്പം ഇതേ സാധനം തന്നെ നല്ല 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 തയ്യാളാണ്, നല്ല അടിപൊളി തയ്യാൾ. ഇതാകുമ്പോൾ 250. വരുമ്പോ 350. 100 രൂപ മാറ്റം. ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോ അടുത്ത വർഷം കായ്ക്കും. രണ്ടും കുഴപ്പമില്ല. ആ മാർക്കിന് കുറച്ച് വില ഉണ്ടെന്നുള്ളു. പിന്നെ അടുത്ത വലിയ പുലാസാനെ അടുത്ത വർഷം കായ്ക്കുന്നുണ്ട്, ഗ്യാരണ്ടി 1500 രൂപയ്ക്ക് ഗ്യാരണ്ടി കൊടുക്കും നമ്മള്. അടുത്ത വർഷം വെയിൽ, അതായത് കുറച്ച് പുലാസാൻ ഓവർ വെയിൽ വേണമെന്നില്ല, കുറച്ച് തണലായാലും പറ്റ തണലാകാനും പറ്റൂല. നല്ല സൈസ് വേണമെങ്കിലുണ്ട്. അതിന് വലുതുണ്ട്. പിന്നെ കായുള്ളത് അത് 1500 കേട്ടോ. പിന്നെ പുലാസാനൊക്കെ നനൻ തെറ്റിയിട്ടേ ഒരു ദിവസം നനൻ തെറ്റിയതാണ്ടോ, ഫുള്ള് ഫുള്ള് കൊഞ്ഞാണോ, നന തെറ്റിയിട്ടാണ്. നല്ല ഉള്ളിലൊക്കെ ഉണ്ട്, നല്ല ചത്ത് ഇതല്ല. അതെന്താ വെച്ചാൽ ഇതാ ഒക്കെ ഇവിടെ കായ് നല്ല കായുള്ളതിന് അത് അവിടെയൊക്കെ കാണുക. ഇത് നമ്മള് ശരിക്ക് കായുള്ളത് 7 റുപ്യാണ്. നമ്മൾ 5 റുപ്യ നമ്മൾ ഓഫറാണ് ഇട്ടേനു. അതിൽ തന്നെ ഇതിൽ 6 മരം കൂടി ഉള്ളൂ. പിന്നെ അതിലും വലുത് 5000 പിന്നെ ഉള്ളത്. അതേമാതിരി വലിയ സബാറ പണിയുണ്ട്, നല്ല സബാറ വലുത്. അടുത്ത വർഷമൊക്കെ കായ് ആവുന്നുള്ള പ്രതീക്ഷ ഉള്ളതാണ്, വലുതാണ്. വിലയുണ്ട് 7 റുപ്യ. എന്നാലും ഇതിലും കായുള്ളത് നമുക്ക് ചെറു കവറിൽ വേണമെങ്കിൽ അതും 7 റുപ്യ തന്നെ കേട്ടോ. അത് നമുക്ക് അവിടെ വീട്ടിലാണ് വലിയ മരങ്ങൾ സബാറ ആയിട്ടുള്ളത്. 1500 റംബുട്ടാൻ കായുള്ളത് 1500 റുപ്യക്ക്. 1500 അവിടെയൊക്കെ നല്ല തൈകളുണ്ട് 1500. പിന്നെ അതിന്റെ വലുത് നമുക്ക് 2000-ലുണ്ട്, നല്ല വലുത് 2500, 2500-ലും ഉണ്ട്. കാലാപ്പാടി നല്ല ബുഷ് 1000 നമ്മൾ 800 റുപ്യ 800 റുപ്യക്ക് 1000 വിൽക്കുന്നുണ്ട്. 800 റുപ്യ. അപ്പം അതിന്റെ ചെറുതന്നെ 500, 400, പിന്നെ 350 കൂടി കാണിച്ചു പോകാം. കാലാപ്പാടിനെ കാട്ടും നല്ല വണ്ണൊക്കെ നല്ല ബുഷായത് 500, 400. അപ്പൊ നമ്മള് വിഷുവായിട്ട് 350 നല്ല അടിപൊളി കാലാപ്പാടി 250 റുപ്യക്ക്. 250 നല്ല തൈകളുണ്ട്, നല്ല ബെഡ്, നല്ല 350 നല്ല സാധനങ്ങൾ ഉണ്ടല്ലേ, അടിപൊളി നല്ല തൈ. 350, 250. ശരിക്ക് ചെറുത് ഇതേന് 250 ഉണ്ട്. ഇതിന് മാറ്റം കണ്ടില്ല. ഇപ്പൊ ലാസ്റ്റ് ഫാൻസ് തെരവായതാണ്. നല്ല തൈ ബെഡ് 250 റുപ്യക്ക്. നല്ല അടിപൊളി പേരക്കിൽ ഏറ്റവും ടോപ്പ് ജാർവി റെഡ് നല്ല കായ്പിടുത്തം കണ്ടില്ല 250 റുപ്യ. നല്ല കായ്പിടുത്തമുള്ള സാധനം. നല്ല ഇനി വേണമെങ്കിൽ അതിൻ്റെ സാമ്പിൾ കാണണ്ട. ഇവിടെ ജന്തുക്കളത്ത് നമ്മൾ കവറ് കെട്ടിയൊക്കെയായിട്ടേ ജന്തുക്കളുണ്ടായല്ലേ. ഞാൻ ഈ വലുപ്പത് 1 കിലോ തൂക്കം വരുന്നില്ല. ഇപ്പം തന്നെ കവറ് കെട്ടാനായിട്ടില്ല എത്തിക്കാണ്ട് വെച്ചേ. ഇതൊക്കെ ഇവിടെ ആവണുള്ളൂ. ഇത് അതിന് മുന്നേ തോണ്ടി നോക്കിക്കണ്. നല്ല മധുരമാണ്, ഇങ്ങനെ തന്നെ നല്ല മധുരമാണ്. ഇപ്പം ഇങ്ങനെ വരുന്നുള്ളൂ, ഇതാ കായ് ഇങ്ങനെ ആവണുള്ളൂ. നല്ല സൈസ്. പിന്നെ വൈറ്റ് ഞാവള് നല്ല സൈസ് 250, 200 കേട്ടോ. 200 റുപ്യക്ക് വൈറ്റ് ഞാവള്. പിന്നെ അതിന്റെ നമ്മളെ വൈറ്റ് ഡയമണ്ട് റിസൾട്ട് നമ്മളിവിടെ ഓക്കെയാണ്. നമ്മളെ മദർ പാൻ്റെ നമ്മൾ പരിപാടി കാണിക്കാം. എല്ലാം കായ് കൊടുത്താൽ എല്ലാം കായ്ക്കുണ്ട്. മറ്റേ നമ്മളെ റെഡ് ഡയമണ്ട് മറ്റിൻ്റെ മാതിരിയല്ല, ഇത് സാധാ ചപ്പന്മാരെ മാതിരിയല്ല, നല്ല കായ് കൊടുത്തുണ്ട്. വണ്ണിൻ്റെ മാതിരി നല്ല കായുണ്ട്. മറ്റേ നമ്മൾ സാധാ ആദ്യം ഇറങ്ങിയ ആ ചപ്പന്മാരെ മുള്ളല്ലോ, അതിങ്ങനെ പൂട്ട് പോവല്ലേ. അതേമാതിരി നല്ല ഇതിട്ടാ നമ്മൾ ഈനാമ്പ എന്നൊക്കെ പറയും. ആത്തച്ചക്ക നല്ല ഗ്രാഫ്റ്റാണ്, നല്ല ബെഡ് ഗ്രാഫ്റ്റ്. 200 റുപ്യ സ്പെഷ്യൽ ഓഫർ 250. കൂടുതലൊക്കെ വേണമെങ്കിൽ ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പത്തിൽ സെടത്തിൽ. പിന്നെ അതേമാതിരി തായ്പിങ്ക് പേര, തായ്പിങ്കും ഉണ്ട്. നല്ല കായ് പിടിച്ച അത് നല്ല 150, 100 റുപ്യ. നല്ല സൈസുകൾ കേട്ടോ, നല്ല തൈകൾ. അതിൽ തായ്പിങ്കും ഉണ്ട്. നമുക്ക് മറ്റേ തായ് 5 ഉണ്ട് കേട്ടോ. രണ്ട് വെറൈറ്റിയാണ്. 200 കിട്ടിയാൽ മതി. VNR ആകുമ്പോൾ 150 ഉണ്ട് ഇതേ വലുപ്പം. ഇത് നമ്മളെ 35. ഇതിൽ തന്നെ മോർഗാർഡിങ് 200 തന്നെ കേട്ടോ. 200 മോർഗേഡ് എത്ര സമയം കൊണ്ട് റിസൾട്ട്? 3 കൊല്ലാവും. 200 രൂപേൻ്റെ ഒക്കെ 3 കൊല്ലാവും. പിന്നെ ചിക്കൻകളോ ഇതൊരു സ്പെഷ്യൽ ഓഫർ എടുക്കാം. 400 വിറ്റിന് 250 ചിക്കൻകളോ 400 250 250 റുപ്യ. പിന്നെ നമ്മളെ കാലാവസ്ഥയിൽ നമ്മളിവിടെ ബെഡ് നല്ല വലിയ ബട്ടർ പണിയുണ്ട് 1500 ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ നേരെ ചെറുത് നല്ല ഗ്രാഫ്റ്റ് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തത് 250 ഉണ്ട്. ഇത് 500.
ഇത് 500. 250 കുറച്ച് 250 മുതലുണ്ട്. ഉണ്ട്. 250 ഇതാണ് വരിക, ചെറുതാണ് വരിക. ഓ ഈ സൈസ് വരുമല്ലേ. ബട്ടറൊക്കെ പക്ഷെ നമ്മളെ പെട്ടെന്ന് ആവൂലേ. വലുതാകുമ്പോ 500 ഒരു 2.5-3 വർഷം നല്ല തൈകളുണ്ടല്ലേ, അടിപൊളി തൈകളാണ്. ഇത് എത്രയുണ്ട്? ഇത് 500. പിന്നെ ഇതിലും വലുതുണ്ട്, നല്ല സൈസ്. നമ്മൾ ചെയ്തതന്നെ 1200 വരും. കുറച്ച് ഇതിലേറെ വലിയ കവറും വലുതാണ്, നമ്മൾ അവിടെ കാണിക്കാം. പിന്നെ നമ്മളെ ചക്കാപ്പാത്ത്, കിങ് ഓഫ് ചക്കാപ്പാത്ത്, നല്ല വലുത്. ഇത്ര വലുത് 500 പിന്നെ അതിന്റെ ചെറുത് 250 ഉണ്ട്. തെങ്ങിൻ തൈകളൊക്കെ ഏതൊക്കെ വരുന്നത്? ഇത് കുറ്റിയാടി ഒറിജിനൽ 200. 200 അതിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല, ഒറിജിനലാണ്, മാറ്റില്ല. ഇതിലും കുറഞ്ഞത് നമുക്ക് എന്താ വെച്ചാൽ കുറ്റിയാടി ഇതിലും കുറച്ചുകൂടി വലുതും ഉണ്ട്, അത് 250 വരും. കുറച്ചുകൂടി കുറച്ച് വ്യത്യാസം മാറ്റുണ്ട്. പിന്നെ നമ്മളെ സണ്ണങ്കി കുള്ളൻ. ഇതിന്റെ പ്രത്യേകത എന്താ? സണ്ണങ്കി നമ്മള് ആന്ധ്രന്റെ സണ്ണങ്കി കറക്റ്റ് 2.5-3 വർഷം കായ്ക്കുന്ന സാധനമാണ്. 2.5-3 വർഷം നല്ല കായ്പിടുത്താണ്. ഓവർ വലിപ്പമുണ്ട് തേങ്ങ ഉള്ളത്, നല്ല ചകിരില്ലാതെ നല്ല ഒരു കുള്ളം തെങ്ങിൽ നമ്മളെ ഗംഗാപോണത്തിലേറെ കുറച്ച് ചെള്ളു കുത്തലൊക്കെ കുറവുള്ള സാധനമാണ്. എന്നാൽ ഇതിൻ്റെ മാതിരി അല്ലേനും ശ്രീലങ്ക തീരെ കുത്തൂലല്ലോ, അതിൻ്റെ അങ്ങനെയല്ല. എന്നാലും മറ്റിലേറെ കുറച്ച് ബെസ്റ്റാണ്. മറ്റേ ഗംഗാപോണത്തിലേറെ ഇത് വിലയുണ്ട്. 400 500 വലിപ്പം. രാംഗംഗയാണിത് തെങ്ങ്. അതായത് കറക്റ്റ് 2.5 വർഷം കൊണ്ട് കായ്ക്കുന്ന ഹൈബ്രിഡിലൊരു വെറൈറ്റിയാണ്. 2.5 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് രാംഗംഗാറുണ്ട്. പക്ഷേ ഇത് ഈ വലിപ്പം വരുമ്പോൾ 200 ഉണ്ട്. ഇതിൻ്റെ ചെറുത് നമ്മൾ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല, ചെറിയ മാറ്റമുള്ളതിന് 550-500 ഉണ്ട്. അത് കഴിഞ്ഞാൽ ശ്രീലങ്ക വലുത്. ശ്രീലങ്ക വലിയ തേങ്ങയായിട്ട് വരുന്നതാണ്. നമ്മളെ കുറ്റിയാടി തേങ്ങൻ്റെ അതേ ഇത് കിട്ടുന്നതാണ്. അതായത് അരക്കാനൊക്കെ പറ്റുന്നുണ്ട്, എന്നാൽ ചെള്ളു കുത്തൊന്നുമില്ല. പക്ഷെ വേഗി കുറച്ച് കായ്ക്കുള്ളൂ. മറ്റേ 2.5 വർഷം കൊണ്ട് കായ്ക്കുമ്പോൾ ഇതൊരു 3.5-4 ആവും, നോക്കിയനുസരിച്ചാണ് വരിക. ഇതാകുമ്പോൾ ഈ വലിപ്പം 800 ഉണ്ട്. ഇനി ഇതിനും വലുത് 1000 ഉണ്ട്. ഇതിന് ചെറുത് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇടാം. 700 ഒരു 600 റുപ്യ ഈ സ്റ്റോക്ക് കയ്യോളം. ഈ സൈസ് ഈ സൈസ് 600 റുപ്യേൻ്റെ. അതായത് ഇന്നും നാളും മറ്റന്നാളും ആ സ്റ്റോക്ക് കയ്യോളമാണ് ഇട്ട് കൊടുക്കാം. കുറ്റിയാടി ഒറിജിനൽ 250. പിന്നെ ഇതേ വലുപ്പത്തിൽ 1000 കാച്ചിന് 400. 1000 കാച്ചി 400 അല്ലേ? അല്ല ഇത് 1000 കാച്ചി നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ. ഒരു കൊലയിൽ കുറച്ച് എണ്ണം കൂടുതൽ ഉണ്ടാവുന്നുള്ളൂ. ഏത് നമ്മൾ അരക്കാനൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ ചെറ്റ പൊട്ടിച്ച് കണ്ട് മിക്സിയിൽ ഇടേണ്ടി. അരക്കാൻ ചിരവേൻ്റെ ഉള്ളതൊന്നും കൊള്ളൂല. അതിൻ്റെ വലുതാകുമ്പോൾ നമുക്ക് നല്ല വലുത് 1000 ഒക്കെ ഉണ്ട്. ഏതൊരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന നല്ല വലിയ തൈ ഉണ്ട്. മൊത്തം കുറ്റിയാടിമാതിരി 5 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് 1000 കാച്ചി അറിയുണ്ട്. തെങ്ങിന്റെ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ടല്ലോ. തെങ്ങിൽ പിന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ട്. നമ്മളെ ആനത്തേങ്ങ ഉണ്ട്, വേണമെങ്കിൽ അതൊന്ന് കാണിക്കാം. നമ്മളെ നാടൻ തേങ്ങ. പിന്നെ നമ്മളെ മലേഷ്യൻ യെല്ലോ ഹൈബ്രിഡ് ഉണ്ട്. അതിൽ സാധ്യതയുണ്ട്, ഹൈബ്രിഡും ഉണ്ട്. ഹൈബ്രിഡ് നമ്മൾ വലിപ്പം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വരുന്നുണ്ടല്ലേ, തേങ്ങ നല്ല വലിപ്പം വരുന്നതാണ്. കാസർഗോഡ് കോങ്ങും തൈ വലിയ തൈ 100 റുപ്യേൻ്റെ 120. നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് 100 റുപ്യ. അപ്പം ഇതിൻ്റെ നേരെ ചെറുത് 70, അതിൻ്റെ ചെറുത് 40 രൂപ മുതലുള്ള നല്ല. അത് കാസർഗോഡ് പൊടിക്കവും ഉണ്ട്, നമ്മളെ മറ്റേതും ഉണ്ട് കേട്ടോ. സാധാ കുറച്ച് ഐറ്റ് തന്നെ അതുണ്ട്. കുള്ളനായിട്ട് എല്ലാത്തും മറ്റവും ഉണ്ട്. നല്ല ബുഷായ വൈറ്റ് ഞാവള്, അടിപൊളി പ്ലാന്റ്. അത് നമ്മളിപ്പോൾ ഇങ്ങനെ 15, 16, 17 വിഷു പ്രമാണിച്ച് വിഷു മുതൽ 3 ദിവസം നമ്മൾ എത്രയ്ക്ക് കൊടുക്കുക? 500 400 റുപ്യക്ക്. വലുതിന്റെ വണ്ണൊക്കെ കണ്ടി നല്ല ബുഷ്, നല്ല സാധനം വൈറ്റ് ഞാവൾ കേട്ടോ. അപ്പൊ സ്പെഷ്യൽ ഓഫർ. അതെ, സ്പെഷ്യൽ. ലൊക്കേഷൻ ഇത് നമ്മൾ ഒന്നും പാക്കല്ല. നമ്മൾ ചട്ടിപ്പറമ്പ് അങ്ങാടിയിൽ നിന്ന് കോട്ടക റോഡിന് ആകെ 400 മീറ്റർ പോന്നാൽ മതി. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇന്ന് വേറെ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് മുതൽ നാളെ നമ്മൾ 13-ാം തീയതി, ഇന്ന് 13-ാം തീയതി ആണല്ലോ, അടുത്ത ജൂലൈ 13 വരെ 90 ദിവസത്തെ ഓഫർ. 90 ഓഫർ എങ്ങനെയാണ്? അതെങ്ങനെ വെച്ചാൽ നമ്മൾ 500-നോ 100-നോ ഒരു സാധനം വാങ്ങിയ നമ്പർ ചെയ്ത് 501 പ്ലാന്റ്. കഴിഞ്ഞ പ്രാവശ്യം 114 കൊടുത്തിട്ട് അതിന് 501 പ്ലാന്റ് നമ്മൾ കൊടുക്കുകയാണ്. അതായത് 90 ദിവസത്ത്. അതായത് ഇന്ന് മുതൽ അതായത് 13-ാം തീയതി മുതൽ 3 മാസം 90 ജൂലൈ 13 വരെ. ജൂലൈ 13 വരെ 13. അതിൽ ജൂലൈ 13 നമ്മള് ഇവിടെ സ്റ്റാർട്ടിങ് കഴിഞ്ഞത് നമ്മൾ ഉദ്ഘാടനം. അപ്പൊ ജൂലൈ 13 നമ്മള് ഒരു വലിയൊരു ഉദ്ഘാടനം ഒരു ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ചാരിറ്റിന്റെ ഫണ്ടൊക്കെ പാടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു. അതൊക്കെ പാടെ കൈമാറലും ഒക്കെ പാടെ ആരൊക്കെ MLA ആക്കിയതിനനുസരിച്ച് ചെയ്യാണ്ട്. ഇപ്പൊ നമ്മള് ജൂലൈ 13 വരുന്നത് എങ്ങനെ വെച്ചാല് ഈ 501 പ്ലാന്റ് അന്ന് നറുക്കെടുത്തിട്ട് കൊടുക്കും. അതായത് ഇന്ന് മുതൽ അന്ന് വരെ പർച്ചേസ് അന്ന് വരെ നമ്മളാ ഒരു 4-5 മണിക്ക് നറുക്കെടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം കാട്ടിമാരി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതിൽ ഇങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ കാസർഗോഡ് സാധനം വാങ്ങുന്നവർക്ക് ഓൽതിടും. അങ്ങനെ നമ്മൾ കണ്ണൂർ അത് ഓലൊന്നും ഒഴിവാക്കാൻ പറ്റൂല. ഓൽതിടും, അത് ഒഴിവാക്കൂല. പിന്നെ നമ്മളെ ഇതില്ല, നമ്മളെ സ്റ്റാഫുകൾക്കും ഓൽതൊന്നും
പിന്നെ അതിന് മെയിൻ എന്ന് വെച്ചാൽ നമ്മൾ 50 പ്ലാന്റ് വലിയ പ്ലാന്റാണ് കൊടുക്കുക. കഴിഞ്ഞ വർഷം കൊടുത്ത മാതിരി 6 റുപ്യേൻ്റെ 1500 അങ്ങോട്ട് മേലോട്ട്. ബാക്കി 450 നമ്മൾ കുറച്ച് പേര, അബിയു, ഒലസോപ്പോ, റെയിൻബോ കരിമ്പ് അങ്ങനെയൊക്കെ അവിടെ എന്തൊക്കെ ഉൾപ്പെടുത്തി എന്തെങ്കിലും കുറച്ച് ആൾക്കാർക്ക് പച്ചക്കറി കിറ്റോ എന്തെങ്കിലുമൊക്കെ വേറെ ഉൾപ്പെടുത്തി വേറെ കൊടുക്കാം. ഇത് ഫുൾ വീഡിയോ നമുക്ക് സെറ്റ് ആക്കാം. അതിന് 3 മാസം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നമുക്കൊന്ന് ഇടാം. പിന്നെ നമുക്ക് വലിയ മാംഗോസ്റ്റിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ പെരിയ വേണ്ടി പോകണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ 8000 കായുണ്ട്. അത് 8 റുപ്യേനെ ഉള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ അത് ഒരു ഓലപ്പെട്ട നമുക്ക് ഉണ്ടാകും. മാണ്ടിലൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒരു ഓലപ്പെട്ട ഉണക്കാണ്ട് ചെറിയൊരു അത് ചെറിയ സംഗതി കായുണ്ട്. പിന്നെ നമ്മളെ പുതിയ തൈകൾ പറഞ്ഞാൽ ഇപ്പം അതിൽ നമ്മളെ ഈ റെഡ് ഡൈവറി ഒക്കെ ഉണ്ടല്ലോ, റെഡ് ഡൈവറി കിങ് ഓഫ് ചക്കപ്പാത്തി സ്റ്റോക്ക് കഴിയണം. നമ്മൾ 250 സാധനം ഈ സ്റ്റോക്ക് കഴിയണം 150 റുപ്യക്ക്. നമ്മൾ നല്ല അടിപൊളി മാവുണ്ട്, തായ്വാൻ റെഡ് സൂപ്പർ മാങ്ങ കേട്ടോ. നമ്മളത് എന്താ വെച്ചാൽ ആകെ നമുക്കൊരു മാങ്ങയും ഒന്ന് കിട്ടിയുള്ളൂ. അത് അടിപൊളി മാങ്ങയാണ്, ഏറ്റവും ടോപ്പ് മാങ്ങ. പക്ഷേ വില ഉണ്ട്. തായ്വാൻ റെഡ് അതിൻ്റെ നമുക്ക് ഇതിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ് മണ്ട്. ഇത് 1000 റുപ്യ ഈ സൈസ് തായ്വാൻ റെഡ്. എങ്ങനെ വെച്ചാൽ കണ്ണിമാങ്ങ ആകുമ്പോൾ തന്നെ നല്ല ഒരു റെഡ് കളറ് കണ്ണിമാങ്ങ തന്നെ. പിന്നെ അത് എങ്ങനെയല്ല കളർ മാറില്ല, കുറച്ച് നല്ലോണം പോക്കാൻ നേരത്തെ നല്ല ഫുള്ള് കളറാകുക. അത് വീഡിയോ ഇടണമെന്നൊക്കെ കരുതി. അപ്പോൾ എന്താ വെച്ചാൽ ഒന്ന് കിളി അവിടെ ഉള്ള ഒരു പ്ലാന്റ് കിളി തോണ്ടി തിന്നോ ഒഴിവാക്കിയോണ്ട് പിന്നെ വീഡിയോ ഇടേണ്ട വെച്ചിട്ട്. പക്ഷെ കട്ട് ചെയ്ത് നമ്മൾ ബാക്കി വാങ്ങുന്ന തിന്ന് സൂപ്പർ മാങ്ങ കേട്ടോ, അടിപൊളി മാങ്ങ. എല്ലാവരും വെക്കാൻ ഇപ്പോൾ പുതിയൊരു വെറൈറ്റി വെക്കണമൊക്കെ വെക്കാൻ പറ്റിയാണ്. പക്ഷേ വില ഉണ്ട്, ചെറിയ തജ്ജിന് 6 റുപ്യ ഉണ്ട്. ഈ വലിയ കാട്ടിമൂണൊക്കെ നമ്മളെ 350 വെക്കുന്ന കാട്ടിമൂണ് ഒരു സ്പെഷ്യൽ ഓഫർ 250 റുപ്യ ആക്കിയിട്ട്. ഇതിൽ നമ്മളെ ഇതൊക്കെ ഒരു വയനാടൻ വെറൈറ്റി കേട്ടോ. അങ്ങനെ 4 വെറൈറ്റി ഉണ്ട്. ഒക്കെ 2 150. അടിപൊളി വിയറ്റ്നാം നല്ല പ്ലാന്റ്, ബുഷ് പ്ലാന്റ് 350. അതേമാതിരി നമ്മൾ ഏറ്റവും ഫസ്റ്റ് വെക്കാനുള്ള സാധനം പാകിസ്ഥാനാണ് കേട്ടോ. നല്ല കായ പിടിക്കുന്നതാണ് പാകിസ്ഥാനാണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഒരു വേണ്ടി നല്ല നീരുള്ളതാണ്, ധൈര്യത്തിൽ വെക്കാം. 350 300 നമ്മൾ അതിലങ്ങനെ ഓഫർ തന്നെ പോവാണ്, കൂട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ ചെറിയ ലാഭത്തിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മളതേമാതിരി നല്ല കംബോഡിയൻ ബുഷ് നല്ല ബ്രാൻഡ് 350. കംബോഡിയൻ ഇസ്രായേൽ ഓറഞ്ച് മണി ഒരു ഓഫർ ഇടാം 250 200 ആക്കാം. ഫുള്ള് കായുള്ളത് 200 രൂപ. ഇസ്രായേൽ ഓറഞ്ച് ഒക്കെ കായുള്ളത് തന്നെ കേട്ടോ. മൂവാണ്ടൻ നല്ല അടിപൊളി നല്ല ബുഷ് 800 റുപ്യ ഉള്ളൂ. നിങ്ങൾ ചെറുത് വേണ്ടതൊക്കെ നമ്മളൊക്കെ 200 രൂപ മുതൽ നല്ല ബെഡ് ഉണ്ട്. പിന്നെ 150 വേണമെങ്കിൽ ഗ്രാഫ്റ്റ് കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, ഒരു 8-10 അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ 150 ബെഡ് ഉണ്ട് 200 രൂപ മുതൽ. ഇനി ഉയരം വേണമെങ്കിൽ ഇങ്ങനെ ഉയരമുള്ളതുണ്ട് കേട്ടോ. 800 നല്ല വിയറ്റ്നാമേളി ബുഷായത് നല്ല 800 നല്ല വരുന്നുണ്ട്. ചക്കളുണ്ട്. ഇന്നത്തെ ലോഡ് വൈകുന്നേരം എത്തുള്ളൂ. നമ്മുടെ ബ്ലാക്ക് ഡ്രം എത്തിയിട്ടുണ്ട്. ബ്ലാക്ക് ഡ്രം ഫുള്ളാകുമ്പോൾ 500, കഷ്ണാകുമ്പോൾ 300. ഇന്നത്തെ ഡേറ്റ് 13/4/2026, അതായത് ഏപ്രിൽ 26. നമുക്കിത് എങ്ങനെ എത്തിച്ചെടുക്കാൻ കഴിയുമോ? എത്തിക്കുമ്പോൾ നമ്മൾ ചാർജ് കൂട്ടും, ഡെലിവറി ചാർജ് കൂട്ടും. കാരണം ഡ്രമ്മല്ല കുറെ സ്പേസ് പോകും. കാരണം എന്നാ പിന്നെ നമ്മൾ സ്ഥിരം നമ്മളേക്ക് എടുക്കുന്ന പ്ലാന്റ് എടുക്കണം, നമുക്ക് ബില്ല് പോലെ കണ്ടറിയാലോ. ഓൽതാകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് സ്ഥലത്തിൽ അങ്ങനെ ബൊക്കും ചിത്തലുണ്ട്. ഇതിങ്ങനെ ഫുൾ ഡ്രം 500, കഷ്ണാകുമ്പോൾ 300, ഡെലിവറി ആകുമ്പോൾ ഓരോന്നുമേ ഹാഫ് 50 കൂട്ടും. ഇതിന്റെ ബ്ലൂ ഉണ്ടോ? അപ്പോൾ അതിന് ബ്ലൂ ഉണ്ട്. ഫുൾ ഡ്രം അതാ ബ്ലൂ. ഫുൾ ഡ്രം ഇതിന്റെ കഷ്ണാകുമ്പോൾ 450 ആവും. ഫുള്ളാകുമ്പോൾ 800. 800 സ്പെഷ്യൽ ഓഫറാണ്. 900 ആണ്. നമ്മള് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കഷ്ണാക്കി കണ്ട് നമ്മൾ തുളക്കെട്ട് വയറക്കെട്ടകളൊക്കെ തുളക്കെട്ടാൻ തരും. അത് 450 റുപ്യ ഒരു കഷ്ണത്തിന്. 450 റുപ്യ. കമ്പിട്ടാൽ 1000 റുപ്യ ആവും. വലിയ റംബുട്ടാനെ നല്ല വണ്ണുള്ള നല്ല കായൊക്കെ പിടിച്ചേ. ഇത് 2 ആണ്. ഇതിന് 1,500 നമ്മളിവിടെ കാണുന്നതാ. ആ സൈസ് വരുമ്പോൾ 2 ഉണ്ട്. ഇത് 1,500 ഇങ്ങനെ കാണുന്നു. പിന്നെ നമ്മളെ ഈ വലുതാണില്ല, നല്ല വലുത് വേണം. ഇത് നമുക്കൊരു 10 റുപ്യൊക്കെയാണ് ശരിക്കും വരാ. ഉണ്ടല്ലേ? ഇത് 10 റുപ്യന്റെ 7 റുപ്യ കൊടുക്കാം. 10,000 10,000. ഇതിന് തയ്യണ്ട് വെച്ച് വണ്ണം കണ്ടില്ലേ? ഒരു 7 റുപ്യ കൊടുക്കാം. നിറച്ച് കഴിഞ്ഞ എത്ര അതിന് മുന്നേ കായ്ക്കൽ തുടങ്ങിയാണ്. 7 റുപ്യ കൊടുക്കാം. വലിയ ക്രീപ്പറിലോ അങ്ങനെ ക്രീപ്പർ വലുത് ഫ്ലവർ. കായ വന്നത് 4 സീസൺ നമുക്ക് കാണിക്കാം. ഇത് ഫ്ലവർ ആണ്. ഫ്ലവർ ഇത് ഫുള്ള് ഫ്ലവർ വേരിയാണ്. കണ്ടില്ല? അതാണ്ടില്ല അവിടെ താണ്ടില്ലേ ക്രീപ്പർ. ഇത് കുറച്ച് വില ഉണ്ട്. ഹെവി പ്ലാന്റ് ആണ്. റേറ്റ് നേരിട്ട് വിളിച്ചോ. അതെ, കോൺടാക്ട്. അതേമാതിരി വലിയ 4 സീസൺ വലിയ പ്ലാന്റ് ആണ്. ഇതിന്റെ ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്. വലുത് വേണ്ടൊക്കെ വലുത് കൊടുക്കും. അപ്പൊ ലോങ്കന്റെ ഒരുവിധം ഹെവി പ്ലാന്റ് വേണ്ടവർക്ക് റെഡി ഉണ്ട്. ഇതൊക്കെ 4 സീസൺ തന്നെ കേട്ടതാ. ഉണ്ടല്ലേ? ഒക്കെ കായ വരുന്നതൊക്കെ 4 സീസൺ വലിയ പ്ലാന്റ്. റെഡ് ഡൈവറി മാങ്ങ ഉണ്ടായിന്റെ പൊത്തിട്ട് വണ്ടി കൊണ്ടുപോകുമ്പോൾ ചാടിയതാണ് 2,500. വലിയ പ്ലാന്റ്. ഇനി വലിയ ബനാന പിങ്ക് വേണേ ഇതാ
നല്ല കടവണ്ണുള്ള ബനാന പിങ്ക് അതും ആ റേറ്റിന് കൊടുക്കാം 2500. ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഇത് സെറ്റാക്കി വെച്ചത് നല്ല കമ്പിയൊക്കെ ഇട്ടുള്ള സെറ്റപ്പ് ആക്കിയത് സൗകര്യം ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഇതിൽ സെറ്റാക്കി വെക്കാം 2000 റുപ്യ ഇങ്ങനെ ഡ്രാഗൺ വെക്കാതെ ഡ്രാഗൺ വെച്ച് കാണുമ്പോൾ 2500. ഇത് നമ്മളെ കോട്ടയം സാധനം അല്ല NIT അല്ല ബെഡ് സെറ്റായ സാധനം 8-10 കവറ് നല്ല അടിപൊളി സാധനം 150 റുപ്യക്ക് 150 രൂപ. അപ്പൊ ഇതിന്റെ നമ്മൾ സൈസ് നമ്മൾ 100 കൊടുത്തിന് നമ്മളെ 8 വണ്ണം കുറഞ്ഞിട്ട് അതിന്റെ തൊട്ട് മുകളിലല്ല അതിന് മുകളിൽ അതിൽ കുറച്ച് നല്ല ഹെൽത്തി പ്ലാന്റ് കറക്റ്റ് 2ാം കൊല്ലം കായ്ക്കുന്നുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റി ഇനി ഇതിലല്ലാതെ വേറെ ക്വാണ്ടിറ്റി ഉണ്ടോ? ഇന്നൊരു സാധനം ഇഷ്ടം പോലെ ഉണ്ട് NIT തോനെടുക്കുമ്പോ കുറയും. ഇതിപ്പോ നമ്മൾ ഈ ചില്ലറ 150 ഉണ്ട്. ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നവർക്കേ മണ്ണും ഇതും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടി കരിയാക്കിയത് വലിയൊരു ചാക്കി 200 റുപ്യക്ക്. ഇത്ര വലിയ 3 2 വേണം വണ്ടിക്ക് വെക്കണേ വലിയ വണ്ടി NIT വലിയ പ്ലാന്റ് ആണ്. നമ്മളെ 30 കാറ് 3 റുപ്യന്റെ വലിയ പ്ലാന്റുകൾ 3000 നല്ലത് അതാണ്ട് ഇതൊക്കെ നല്ല വണ്ണുള്ളതുണ്ടോ ഒക്കെ നല്ല വണ്ണും നല്ല ബുഷും വലിയ പ്ലാന്റ് NIT 3000 എല്ലാം 3000. പിന്നെ പിന്നെ നമ്മൾ 1500 വേണമെങ്കിൽ ആ സൈസ് ഉണ്ട്. ചെറുത് നമ്മൾ കാട്ടീനല്ലോ ഇതാണ് ഇപ്പൊ നമ്മള് വരീകരിവായ ഇവിടെ ചട്ടിപ്പറമ്പ് ഇവിടെ വെച്ചാണ് കൊലച്ചിട്ടില്ല. ഇനി ഇതിന് പറഞ്ഞേക്കട്ടെ ആ വെച്ച പടം നാനല്ലാതെ തുള്ളി വളം നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം ആ വളം അതില് കാരണം ഇത് ഇങ്ങനെ കീറി വെച്ചു ഞാൻ പിന്നെ എന്തെങ്കിലും വളം ഒഴിച്ചിട്ടില്ല എന്തെങ്കിലും കിട്ടിയിട്ടില്ല. നേരെ രസം വളം എന്തെങ്കിലും കൊടുക്കണം. ഇത് നമ്മൾ 500 ആക്കി ഇതിന്റെ തയ്യെല്ലാം പോയിരുന്നു കേട്ടോ. കാരണം പിന്നെ വലിയ റംബുട്ടാനുകൾ ഇതാ വലിയ കാലാപ്പാടി ഇവിടൊക്കെ വലിയ മരങ്ങൾ തന്നെ വലിയ കാലാപ്പാടി നമ്മളാ വലുത് 2500 നമ്മൾ 2000 പറഞ്ഞിട്ട വലുത് സാണ്ട് ഇതൊക്കെ കാലാപ്പടിയാണ് വലുത്. പിന്നെ നമ്മൾ ജൈൻഡേവറി അതേമാതിരി കുളമ്പത വലുത് കണ്ടില്ലേ 1800 ഇപ്പം ആ മാങ്ങളുള്ളത്. ഈ മാങ്ങൾ 800 നല്ല തൈ. അതിന്റെ വണ്ണം കണ്ടില്ലേ അടിവണ്ണം കണ്ടില്ലേ അടിവണ്ണം സൂപ്പർ തൈ അല്ലേ ഇതിന്റെ വണ്ണം കണ്ടില്ലേ എത്രങ്ങാനും മാങ്ങ ഇപ്പം ഇതിമൊക്കെ ഉള്ളത് 800 ഉള്ളൂ. ഈ പ്ലാന്റ് 800 ഇത് കോട്ടൂർകോണാണ് ഇത് 800 ഉള്ളൂ. കോട്ടൂർകോണം ഇതാണ് കുളമ്പ് ഇതൊക്കെ ഒക്കെ വലിയ പ്ലാന്റ് സപ്പോർട്ട് അങ്ങനെയൊക്കെ ഒക്കെ നമ്മൾ ഓഫറിൽ പോവാം. അതിൻ്റെ പുറത്ത് നമ്മൾ ഈ 15, 16, 17 നമ്മളെ വകയായിട്ട് ഇക്കുറി പച്ചക്കറി വിത്ത് എല്ലാവർക്കും സാധനം വാങ്ങാൻ വരുന്നവർക്കൊക്കെ പച്ചക്കറി വിത്ത് ഫ്രീ. അതായത് നമ്മളെ ഈ ഒരു വിഷുദിനത്തില് 15-ാം തീയതി മുതൽ 3 ദിവസം നമ്മൾ എന്താ കൊടുക്കണേ എല്ലാ 35 ഐറ്റംസ് പച്ചക്കറി വിത്ത് കിറ്റാക്കി വെച്ചിട്ട് കൊടുക്കുക വിത്തുകൾ കൊടുക്കുക. പിന്നെ അതേമാതിരി പുതിയ തൈകൾ വേണ്ടവർക്ക് 2 റുപ്യക്ക് എല്ലാ തൈകളും മുളക് വെണ്ട വഴുതന തക്കാളി ഒക്കെ 2 റുപ്യക്ക്. അല്ല നമ്മളെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണവർക്കുണ്ടോ ഈ ഓഫർ? ഉണ്ട് അവരിപ്പോ ഈ കാസർഗോഡും കണ്ണൂർ ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ 25-ാം തീയതി തിരുവനന്തപുരം പോകുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞല്ലോ ഈ മാസം 25-ാം തീയതി തിരുവനന്തപുരം അടുത്ത മാസം 6-ാം തീയതി 5-ാം തീയതി കാസർഗോഡ്. അപ്പൊ അതിലൊക്കെ ബുക്ക് ചെയ്യണവർക്കും ഈ വിത്ത് നമ്മള് ഫ്രീ ആയിട്ടുണ്ടാവും. ഇത് നമ്മളെ 8 ഇഞ്ച് ചട്ടി 6 കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 5 ആയിട്ടുണ്ട്. വില കൂടി 5 പിന്നെ മറ്റോ നമ്മൾ കൂട്ടിയില്ല 10 ഇഞ്ച് ശരിക്കും 40 നമ്മൾ 30 തന്നെ കൊടുക്കുന്നുണ്ട്. 5 150. കൂടും. അത് നമ്മളിത് പഴയ സ്റ്റോക്ക് ഉള്ളതാണ്. കുറച്ച് പഴയ സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ ഇതൊക്കെ നമ്മള് നിലവിൽ 50 റുപ്യ തന്നെ. അങ്ങനത്തെ ഒക്കെ ഈ ചെറിയ ചട്ടികൾ 2-3 മറ്റുമൊക്കെ കൂടിക്കണോ എല്ലാ സാധനത്തിനും കൂടിക്കണം. അതേമാതിരി നമ്മൾ ഇനി ഇപ്പൊ വിഷു പ്രമാണിച്ച് നമ്മൾ പ്രത്യേക ഓഫർ ഇടുന്നത് വെച്ചാല് പച്ചക്കറി വിത്തുകള് എല്ലാം കൂടി അകത്തിച്ചീരി മറ്റേ അങ്ങനെല്ലാം വെച്ചുകാണ്ട് നീലാമേരിയും ശംഖുപുഷ്പവും ഒക്കെ വെച്ച് 40 ഐറ്റം വിറ്റ് 300 റുപ്യക്ക് സ്പെഷ്യൽ ഓഫർ. 40 ഐറ്റം വിത്ത് 300 റുപ്യ. അതിൽ നമ്മള് എല്ലാ ഹൈബ്രിഡ് അധികം അധികം എന്ന് പറഞ്ഞാൽ 30 ഐറ്റം ഹൈബ്രിഡേ കയറാം. പിന്നെ അതില് ഈ നമ്മളെ നീലാമരി ശംഖുപുഷ്പം അങ്ങനത്തെ ഒക്കെ ഹൈബ്രിഡ് വിത്തുകൾ ഒക്കെ ഒക്കെ ഹൈബ്രിഡ് സാധനങ്ങൾ അതിങ്ങനെ വെച്ചുക്കണത് അങ്ങനെ തൂക്കിയിട്ടേക്കണോ വെച്ചത് 40 ഐറ്റംസ് ഉണ്ടാവും 300 റുപ്യക്ക് സ്പെഷ്യൽ ഓഫർ കേട്ടോ. ഇതിൽ നമ്മൾ വലിയ ന്യൂക്രിസ്റ്റൽ ബ്ലാക്ക് ലീഫ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഹെവി പ്ലാന്റ് വലിയ ഡ്രമ്മിൽ വെച്ചാൽ അറച്ച് കഴിഞ്ഞ വർഷം കാണുന്നത് ഇപ്പം അറച്ചെല്ലാം ഫ്ലവറായി വരുന്നുണ്ട്. ഫ്ലവർ അടക്കാതെ വരുന്നുണ്ടില്ലേ വലിയ ഹെവി പ്ലാന്റ് വേണ്ടവർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഓഫറിൽ കൊടുക്കാം. ഓഫറിൽ പറഞ്ഞാൽ ഇതിൻ്റെ ഒപ്പമുള്ളതൊക്കെ നമ്മൾ വലിയ വിലക്ക് കൊടുത്തിട്ടുണ്ട്. വലിയ വില പറഞ്ഞാൽ ഒരു 22-20 റുപ്യക്ക് പോയി. പക്ഷെ ഇനി ഇത് അത്ര തന്നെ വലുപ്പമില്ല എങ്കിലും നമ്മൾക്ക് കൊടുക്കാം. ഡോസാർ എന്ന് പറഞ്ഞാൽ വലിയ ഹെവി പ്ലാന്റ് അറച്ചതാണ്. നമ്മൾ പൈമ മരത്തുമ്മലൊക്കെ ചവിട്ടി കയറി അറക്കാൻ പറ്റിയ വലിയ പ്ലാന്റ്. എന്താ വെച്ചാൽ അന്ന് ഇതിന് കൂടി ഒരു വള്ളി കയറിയിട്ടേ ഒന്ന് പ്ലസ് ഇതൊക്കെ കാണിച്ചാൽ
ഇതാണ് ഇപ്പൊ ഇതിന്റെ സൈസ് വരുന്നില്ലേ. ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഡ്യൂറേഷൻ എങ്ങനെയാ? ഇത് എഡോസ്റ്റാർ നമുക്ക് എന്ന് വെച്ചാൽ വെയിലുണ്ടെങ്കിൽ കറക്റ്റ് ഒരു നമ്മളൊക്കെ ഒരു 500 തൈ വെച്ചാൽ 2 വർഷം കഴിക്കും. 2 വർഷം. പിന്നെ ഇപ്പോൾ കായുള്ളതൊക്കെ 1500 ഉണ്ട്. ഇത് കുറച്ച് വലിയ ഹെവി പ്ലാന്റ് ആണ്. പെട്രീഷ്യ നല്ലൊരു വെറൈറ്റി മാവാണ്. അറച്ച് കായൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നല്ല ടോപ്പ് മാങ്ങേട്ടാ. പുഴുക്കോട് വരുമോ? ഇല്ല, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അറിയാം, ഇതിൻ്റെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ മാങ്ങ പോക്കുന്നതോട് കൂടി അതിൻ്റെ ഗ്രാഫ്റ്റ് സാമ്പിൾ കൊടുക്കും, ഗ്രാഫ്റ്റിൻ്റെ തൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതായത് മാങ്ങ കഴിച്ചുകൊണ്ട് വാണ്ടിലേക്ക് വാങ്ങാം. അതിൽ ചെറിയ കായന്നെ വരുള്ളൂ നമ്മൾ. അതായത് ഗ്രാഫ്റ്റ് വെച്ചിട്ട് 250 റുപ്യ മുതൽ നല്ല തൈകൾ, അതായത് പിന്നെ ചെറുത് 120 റുപ്യ അങ്ങനത്തെ ആവുന്നുണ്ട്. ഇത് നമ്മളെ എഡോസ്റ്റാർ. ഇനി നമ്മൾ 4 സീസണിൽ കാണിക്കാം. വലിയ നമ്മളെ ഇമാബസന്ത് മാങ്ങ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച് ഇമാബസന്ത് നല്ല രസമുള്ള മാങ്ങ കേട്ടോ. പച്ചീതന്നെ തിന്നാൻ പറ്റിയ, അതായത് ഒരു ഹാഫ് ഇതായാലും അടിപൊളി മാങ്ങ, അടിപൊളി ടോപ്പ് മാങ്ങയാണ്. അതൊക്കെ തന്നെ ഈ വലിയ പ്ലാന്റ് നമ്മൾ ഡ്രമ്മില്ലാതെ 10 റുപ്യക്ക് വിറ്റിന്, 16 റുപ്യക്ക് വിറ്റിനേനു. ഇതൊക്കെ നോക്കണ്ട, നമുക്ക് ഡ്രമ്മ് കൊടുക്കാൻ നമുക്ക് ആവശ്യക്കാർക്ക് അവിടെ സൈറ്റിൽ എത്താം. കായ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ ആക്കിയിട്ട് സാധനം ഓഫറിൽ പോവാം. പിന്നെ മറ്റേ കുളമ്പ് സൈസ് 1500 ഉള്ളൂ. ഡ്രം ആകുമ്പോൾ 400 കൂടും മാത്രം. ഡ്രമ്മിൻ്റെ പൈസ നമ്മൾ കൂടും. ഇതാണ് നമ്മൾ തായ്ലാൻഡ് ലൂബി കായാണ്. മുന്തിരിക്കൊലമാരി കാഴ്ചക്കുന്നുണ്ടല്ലേ, ഒരു ഹെവി പ്ലാന്റ്. ചെറിയ കായ്ക്കൊന്നും കൊടുക്കാൻ വേണ്ടവർക്ക്. ഹെവി റേറ്റ് ഒന്നും വരില്ല. ഇല്ല, ചെറിയ പൈസക്ക് കൊടുക്കല്ല. കായല്ലേ, ഫുള്ള് കണ്ടില്ലേ, ലക്ഷക്കണക്കിനാണ് കായ്. ഇതൊന്നല്ല, ആയിരക്കണക്കിന് പറയാൻ പറ്റൂല. കണ്ടില്ലേ എത്ര പേയുമ്പോൾ കായുള്ളത്. വലിയ കാലാപ്പാടി ഹെവിയാണ്, ഹെവി ബ്രാൻഡ്. ഇനി ഇതിക്കും മേലുള്ള അവിടെ വേറെ വേണുണ്ട്, അതുക്കും മേലെ വേറെയുണ്ട് കേട്ടോ. ഇത് ഈ സൈസൊക്കെ അതാ 5 റുപ്യയിലുണ്ട്. മാങ്ങ അർത്ഥത നമ്മൾ കുറേ ദിമന്ന് കഴിഞ്ഞ് ബാക്കി 2-3 മാങ്ങ ഇപ്പോൾ നിൽക്കുന്നുള്ളൂ. ഞാൻ ഇതിന് കഴിഞ്ഞാൽ മൂത്താൽ ഇനിയിപ്പോൾ ഫ്ലവർ തന്നെ വരിക. ഇതാണ് നമ്മളെ വളം. നമ്മളിപ്പോൾ മിഞ്ഞാന്ന് കലക്കി വെച്ചാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ പറയുന്നത് നമ്മളെ കിറ്റ് 20 ലിറ്റർക്ക് കലക്കിയാൽ നമ്മളെ ഇനിയിപ്പോൾ മേത്ത് കയ്യുമ്പോൾ എങ്ങനെ ആയാലും ഒരു കുഴപ്പമില്ല. എന്ത് വേണം, നമ്മൾ നേരെ ഈ ഒരു മാവിനൊക്കെ എത്ര ഒഴിച്ചണം. എന്താ ഇത് 3 മാസം കഴിയുമ്പോൾ ഇതിങ്ങനെ കൊടുത്താണ്ടല്ലോ ചെടി ഇങ്ങോട്ട് ഉഷാറായി വളരും ചെയ്യും. പിന്നെ നമ്മൾ വെറുതെ എല്ലും പൊടിയും വേപ്പും ഉണ്ടാക്കും ഒന്നും ഇടണ്ട. കുറച്ച് കോഴിക്കാട്ടൻ്റെ ഇട്ടെടുത്താൽ മതി. നല്ല റിസൾട്ട്, നല്ല ഉഷാറായി വരും. കോഴിക്കാട്ടും നമ്മളെ ഈ വളം മാത്രം മതി. ഇന്ത്യൻ സിക്കി നമ്മൾ അന്ന് വലിയ പ്ലാന്റ് കൊണ്ടിട്ട് ഒരു പ്ലാന്റ് നമ്മൾ മദർ പ്ലാന്റ് നമ്മൾ ഡ്രമ്മിൽ വെച്ചത്. ഇന്ത്യൻ സിക്കിയാണിത്. ഇതൊക്കെ നമ്മളെ അന്ന് ചട്ടിയിൽ ഇവിടെ മുറിക്കുമ്പോൾ നീരുറ്റണൊക്കെ എന്താ നീരുറ്റണത്. ഇത് പണ്ടില്ലേ ഇവിടെ ആവണുള്ളൂ. മറ്റേ കറുത്ത് കായ് വേറെ അങ്ങനെ കായ് പുതിയ കായ് ഫുള്ള് കണ്ടില്ലേ. നല്ല കളറുണ്ട്. എന്താ മധുരം പറയാം, ഭയങ്കര ടോപ്പ്. ഇത് നമ്മളെന്താ വെച്ചാൽ അന്ന് വേറെ ഒക്കെ ചോദിച്ചിരുന്നു, പക്ഷെ ഇത് വില ഉണ്ട് 20 റുപ്യ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അങ്ങനെ കൊടുക്കും. അത് നമുക്ക് വില വന്നേനു. പക്ഷെ ഇത് ടോപ്പ്. ഇതിമേ ഞാൻ പറഞ്ഞല്ലോ പച്ചക്കായ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറിയ കായ് അങ്ങനെ ഉണ്ടായിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ നല്ല സ്മെല്ലുണ്ടാ സാധനം. ചെറിയ പ്ലാന്റ് 250-300 മുതലുണ്ട്. അടിപൊളി മധുരം, നല്ല നീരുണ്ട്. നമ്മളിപ്പോൾ ഈ കാട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ 4 സീസൺ ഇങ്ങനെ വിട്ടേക്കണതാ. നമ്മൾ ഇങ്ങനെ അതായത് ശരിക്കും ഇതൊന്നും കൂടി കട്ട് ചെയ്യണം, പ്രൂൺ ചെയ്യണം. കാരണം ഇതിപ്പോൾ ഇതിന് പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇവിടെ കായ കണ്ടാണ്. അന്ന് ഇവിടെ കായ കുറച്ച് ഉണ്ടായപ്പോൾ അതാകട്ടെ ഇതാണ് കാത്തുന്നപ്പോൾ ഇവിടെ ഉണ്ടാ അടുത്ത ഇവിടെ ഫ്ലവറും കായായി. അപ്പോൾ ശരിക്കും ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്നാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ. മറ്റേതിപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പേടിച്ച് നിൽക്കുമ്പോൾ അടുത്ത ഫ്ലവർ ഇവിടെ വരും. ഇന്ന് അടുത്ത ട്രിപ്പ് എന്ത് ചെയ്യും, ഒന്നും കൂടി ഇങ്ങോട്ട് കൂടുതൽ ബ്രാഞ്ചസ് ആയിക്കാണ്ട് സാധനം ഉണ്ടാവും. വലിയ പ്ലാന്റ്, അതായത് ഇങ്ങനെ ഒന്ന് നല്ലൊരു ഇത് ചെയ്യാണ്ട് മൊത്തത്തിൽ. ഇപ്പോൾ കായ നമ്മൾ കണ്ടല്ലോ, നമ്മളതിനനുസരിച്ച് ഇതാ ഇതിലൊക്കെ കായാണ്. 4 സീസൺ എല്ലാ ടൈമിലും കായ കേട്ടോ. ആ ലെവലിൽ ഇങ്ങനെ ഫുള്ള് കട്ട് ചെയ്ത് ക്ലിയർ ആക്കാണ്ട് അപ്പോഴേ കൂടുതൽ ഒന്നുകൂടി ബ്രാഞ്ചസ് ഉണ്ടായിക്കാണ്ട് കൂടുതൽ സാധനം ഉണ്ടാവുള്ളൂ. നമ്മളെന്ത് ചെയ്യും, ഈ കായ കയ്യട്ട എത്തിക്കാണ്ട് നിൽക്കുമ്പോഴത്തേന് അടുത്ത ഫ്ലവറും കായും ആയിട്ട് അവിടെ പിന്നെ വെട്ടാൻ തോന്നൂല. അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടും കൽപ്പിച്ചാണ് വെട്ടിയിടുക. 4 സീസൺ അത് എഡോസ്റ്റാറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ചെറിയ സീഡായി കയറാം. പിന്നെ എഡോസ്റ്റാർ പറഞ്ഞാൽ ശരിക്കും നമ്മൾ സാധാ പിടിന്ന് വാങ്ങുന്ന ഡയമണ്ടോറുമാതിരി ഒരു ടോണിക്കിൻ്റെ ചോയ വരും. ഈ 4 സീസണും മറ്റൊന്നും വൈറ്റൊന്നും ആ ചോയ ഉണ്ടാവില്ല. അല്ല മറ്റേ കുറച്ചുകൂടി സീഡ് ചേർത്തേ കയറാം.
പ്ലസ് കൂടുതലുണ്ടായിരുന്നു 4 സീസൺ കണ്ടില്ലേ. വലിയ പ്ലാന്റ് വേണ്ടതൊക്കെ നമുക്ക് ഈ 4 സീസണും വൈറ്റൊക്കെ ലോങ് വലിയ ഇത് വേണ്ടതൊക്കെ നമ്മൾ പാമ്പുള്ളവർക്ക് വന്നാൽ ഏതോൾക്ക് പറ്റിയ ഇവിടെ വന്ന് നോക്കിയിട്ട് ഏതോ പറ്റിയെങ്കിൽ അവിടെ സാധനം എടുക്കുക. നല്ല വലിയ വലിയ പ്ലാന്റുകൾ ഒക്കെ വലുതും ചെറുതും ഉണ്ട്. പക്ഷെ ഇവിടെ അധികം വലുതേക്കാരം നല്ല എന്താ വൈറ്റൊക്കെ ഫ്ലവറുള്ളത് മുരിങ്ങ ഫ്ലവർ അങ്ങനെ എല്ലാ സാധനങ്ങളും. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇന്ന് മുതൽ തുടങ്ങണം. നമ്മൾ 15-ാം തീയതി 16-ാം തീയതി എങ്ങനെ വിഷുവിൻ്റെ അന്ന് മുതൽ വിഷു മുതൽ 3 ദിവസം 3 ദിവസം അതൊരു സ്പെഷ്യൽ ഓഫർ. അതിൽ പറഞ്ഞ ഓഫറിൽ അതൊക്കെ പെട്ടു. അതല്ലാതെ പിന്നെ 90 ദിവസം നീണ്ടുകിട്ടുന്ന ഓഫർ. അതായത് ഈ ദിവസങ്ങളിൽ മൊത്തത്തില് സാധനം വാങ്ങേണ്ട ഓരോരുത്തർ നമ്പർ എടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ നറുക്കെടുത്ത പോലെ 501 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. എല്ലാവരും പ്ലാന്റ് വെക്കട്ടെ വെച്ചിട്ട് എല്ലാ ഐറ്റം വെക്കാൻ വേണ്ടി. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വീഡിയോ വരാം. വൈറ്റ് ലോങ് കറക്റ്റ് 2 കൊല്ലം കഴിഞ്ഞ് മൂന്നാം കൊല്ലം ആയിപ്പോ 3-ാം കൊല്ലം കിടക്കണം. നമ്മൾ ചെറിയ പ്ലാന്റ് വെച്ചത് ഇതിന്റെ വണ്ണും ഇതിന്റെ ഫ്ലവറിന്റെ ഇത് കണ്ടില്ല. അപ്പോൾ വെയിലും ഇത് നോട്ടും കൂടി ഉണ്ടായപ്പോൾ കറക്റ്റ് 3-ാം കൊല്ലമായി. 2 കൊല്ലം കഴിഞ്ഞു. ഇതാണ് ഇപ്പൊ ഇതിന്റെ റിസൾട്ട് കണ്ടില്ല. ഫ്ലവർ കണ്ടില്ല. ഫുള്ളാണ് കണ്ടില്ല. ഫുള്ള് ഫ്ലവർ അല്ല ഫുള്ള് ഇത് കണ്ടില്ല. ഏത് ഭാഗത്ത് നോക്കിയാലും ഇത് കായ കൊഴിഞ്ഞു പോക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇല്ല. ഈ ഫ്ലവർ ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ മലപ്പുറത്ത് ആദ്യമായിട്ടാവില്ലേ ഈ ഒരു ബ്ലൂബെറി എന്താ വെച്ചാല് നമ്മള് കായ്ക്കുന്ന മലപ്പുറത്ത് പറഞ്ഞാൽ നമ്മള് ഇതിലധികം ഇത് പിടിച്ചു നോക്കണം. തീരെ വെയിറ്റ് ഉണ്ടോ? തീരെ വെയിറ്റ് ഉണ്ടാവില്ല. മണ്ണല്ല ചേരിച്ചോറ് ഇട്ടുകൊണ്ട് ചേരി കമ്പോസ്റ്റ് ഇട്ടുകാണ്ട് ആ ഈർപ്പം എന്തായാലും നിർത്താൽ ചെടി എല്ലാം വളരുന്നുണ്ട്. ഇതിനും വേറെ പ്ലാന്റ് കൂടി ഉണ്ടായിരുന്നു. ഇതിന് കുറച്ച് ബുഷും കായൊക്കെ. രണ്ടാമത് ഇത് ഫ്ലവർ വരികയാണ്. രണ്ടാമത് ഇത് ഇങ്ങനെ ഫ്ലവറായി വരും. ഇങ്ങനെ ഫ്ലവറാണ് ഇത് സാധാരണ നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് ഓക്കെ അല്ലാന്നാണ് അങ്ങനെ കരുതിയത്. ഇപ്പൊ നമ്മൾ തണലത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈർപ്പം കുറച്ച് വെള്ളം ഇങ്ങനെ നമ്മളിപ്പോ ഇതിന്റെ അവസ്ഥ തന്നെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ തുള്ളി വെള്ളം അതിൽ വെച്ചിട്ട് നിർത്തിയിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ തണലത്ത് വെച്ചാണ്ടല്ലോ ചെടി നല്ല ഉഷാറായിട്ടുണ്ട്. ഫ്ലവർ അയച്ച് വരുന്നുണ്ട്. ഇതിലേറെ നല്ല ഫ്ലവറും കായും വന്നിട്ടുണ്ടായിരുന്നു ഒന്ന്. അതിപ്പോ നമ്മുടെ കൂട്ടുകാർ നമ്മൾ കൊണ്ടുവച്ചപ്പോ അങ്ങനെ കൊണ്ടുപോയി. വിലയുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മളിപ്പോ ചെയ്ത് നോക്കണം. വിലയുണ്ട്. വില പറയുന്ന മടിയൊന്നും 1500 റുപ്യ ഉണ്ട്. ആ സ്ഥാനത്ത് കായില്ലാത്ത ഇങ്ങനെ വന്നീന് 500 റുപ്യക്ക്. ഇത് നമ്മുടെ പരീക്ഷണത്തിൽ ചെയ്യണം. അതെ നമ്മൾ അതിന് വേണ്ടി നോക്കിയാണ് 2 പ്ലാന്റ് കൊടുത്തിട്ടുള്ളതിനു. ഒന്ന് സെയിലായിട്ടുണ്ട്. അഭി കണ്ടില്ല അവിടെ എപ്പോഴും ഈ 2 മരം നമ്മൾ എല്ലാ ടൈമിലും സീസൺ ഇല്ലാതെ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല ഉദ്ഘാടനത്തിന് നമ്മളാ എന്തേലും ജൂലൈ 13-നൊക്കെ മതി ഉദ്ഘാടനത്തിന് നടത്തിയിട്ടുണ്ട്. അന്ന് അതേ സാധനം ഉണ്ട്. ഇവിടെയൊക്കെ ചെറുതും പച്ചക്കായി അഭിയോ ഈ 2 മരത്തുമ്മ എന്നും ഉണ്ട്. ഇതൊക്കെ അടുത്ത് ഇവിടെ എന്താ ഉണ്ടല്ലേ. അത് കഴിഞ്ഞിപ്പോ ഇതിമേ തന്നെ പച്ചക്കായി ഒക്കെ ഇഷ്ടം പോലെ അവിടെ കണ്ടില്ലേ. മീഡിയം കായ് കാണുന്നുണ്ടോ? ഇനി ഇവിടെ അങ്ങോട്ടേക്ക് നോക്കി ഇതാ ഫുള്ള് ചെറിയ കായ വന്ന് കണ്ട് ഫുള്ള് ഫ്ലവർ. അപ്പൊ ഇതിന്റെ തൈ ഉണ്ട് നമുക്ക് 100 റുപ്യ ഉള്ളൂ. ഇതാ ഇവിടെ എല്ലാ ഇതിലും ഫ്ലവർ തന്നെ. അപ്പൊ ഈ 2 മരത്തുമ്മ കായ് നിന്നിട്ട് തന്നെ ഇല്ല. ഇത് പിന്നെ നിപ്പിളാണ്. നിപ്പിൾ പിന്നെ നമ്മൾ സാധാ ഓൾ സീസൺ നമ്മൾ പറയണില്ല എങ്കിലും കുഴപ്പമില്ലാതെ നിപ്പിൾമലുണ്ട്. ഇത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത് നമ്മൾ എന്താ വെച്ചാൽ കാര്യമായിട്ട് ഇതൊക്കെ ഇപ്പം നമ്മളിതാണേ നമ്മളെ സ്പെഷ്യൽ വളത്തിന്റെ പവറാണ്. 3 മാസം അതിനെന്താണ് സ്പെഷ്യൽ വളം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒന്നുമില്ല. ഇംഗ്ലീഷ് വളം ഒന്നുമില്ല. 3 മാസം നമ്മൾ ഒന്ന് കഴിഞ്ഞ അതിപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി 10 റുപ്യ ഒന്ന് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ ഈ നരച്ച കാറുണ്ടാവില്ലേ അതുണ്ടാവില്ല. ഫുള്ള് നല്ല കടും പച്ച. അതിനിപ്പോൾ കൊടുത്തതാണ്. അല്ല ഫുള്ള് കടും പച്ച ഉണ്ടാവും. ചിലവളതാണ് നമ്മൾ 2 കിറ്റ് തരിക. ഒരു കിറ്റിൽ സീവീഡ് ജെല്ല് ഒരു കിറ്റ് ഒന്നായിട്ട് അങ്ങനെ. പിന്നെ നമ്മൾ വേറെ 4 സാധനങ്ങളൊക്കെ ഇവിടെ മിക്സ് ആക്കിക്കാണ്ട് ഒരു 2 കിറ്റ് ഉണ്ടാവും 200 റുപ്യ വാങ്ങണേൽ. അതെന്ത് ചെയ്യുക? അത് 20 ലിറ്റർക്ക് കലക്കിയിട്ട് നമ്മൾ ഇതിനൊക്കെ ഇപ്പോൾ ഒരു പാട്ട് അങ്ങനെ കിട്ടിയത് 1 ലിറ്റർ ഇങ്ങനെ കിട്ടിയ നിലത്ത് വെച്ച മരത്തിന് 1 ലിറ്റർ കിട്ടുക. ഈ ഡ്രമ്മിലുള്ളിനൊക്കെ അരപ്പാട്ട 1/2 ലിറ്റർ. അതെന്താ വെച്ചാൽ ഈ സ്പെഷ്യൽ വളം കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ചെടി ഒന്ന് ഉഷാറാകാൻ ആദ്യം കാൽസ്യം ബോറോണും. ഈ കാൽസ്യം കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ആരൻ്റെ നല്ല സാധനം കൊടുക്കുക. അതേമാതിരി ബോറോൺ ടാറ്റൻ്റെ ബോറോൺ തന്നെ വാങ്ങുക. അടിപൊളി സാധനമാണ് ടാറ്റ ബോറോൺ. ടാറ്റ പൊതുവെ എല്ലാം നല്ല തന്നെ നമ്മൾ മോശം ഇല്ല. അതിൽ ആ ഇതുകൂടി കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട അങ്ങനെയാണ്. എന്താ വെച്ചാൽ കറക്റ്റ് കൊടുക്കുമ്പോൾ 2 ഗ്രാം മതി ബോറോണ് 1 ലിറ്റർ വെള്ളത്തേക്ക്. കാൽസ്യം 4 ഗ്രാം. അപ്പോൾ 4 ഗ്രാം കാൽസ്യം 2 ഗ്രാം ബോറോൺ കൂടി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാൽ ഇപ്പോൾ ഈ ചെടികൾക്കൊക്കെ അടിക്കാനുണ്ടാവും. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മേൽക്ക് എത്താത്തുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ 1 ലിറ്റർ വേണം ഒന്നിന്. അപ്പോൾ ആ കാൽസ്യം ബോറോൺ 1 ലിറ്റർ കലക്കിയിട്ട് നേരെ ചോട്ട് കൊടുത്തിട്ട് 3-ാമത്തെ ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം 3-ാം ദിവസം നമ്മൾ സ്പെഷ്യൽ വെള്ളം കലക്കി കൊടുത്താൽ ചെടി ഇങ്ങോട്ട് ഉഷാറാവും. ഇതിപ്പോൾ നമ്മളിവിടെ നിന്ന് പറഞ്ഞില്ല. ഇതിപ്പോൾ ചുരുക്കി പറയുക 1 മാസം ഉണ്ടോ നനച്ചിട്ട് ഇവിടെ. എന്നാലും ക്ഷീണം കാണുന്നില്ലല്ലോ. ഇതൊക്കെ നോക്കി ഇപ്പോൾ ഈ റംബുട്ടാൻ ഇതൊക്കെ റംബുട്ടാൻ കുറച്ചൊക്കെ കൊഴിഞ്ഞാറിയുണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തെന്ന് വെച്ചാൽ നമുക്ക് നേരമില്ല. അപ്പോൾ ഈ തിരക്കും ഒക്കെ പാടായതുകൊണ്ടേ